ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ട CD ഡീലക്സ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ചെയ്യുക, എഞ്ചിൻ ഓയിൽ മാറ്റുക, വാട്ടർ സർവീസ് ചെയ്യുക, ഇതാണ് പറഞ്ഞേക്കണ വർക്ക്. അപ്പോൾ നമ്മൾ എൻ്റെ വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ പുതിയ ലൈനറാണ്, കമ്പനി ലൈനറാണ്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. വീലിൻ്റെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി ഓടാനുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനോട് എത്തിയിട്ടുണ്ട്. ടയർ വെയർ ഇൻഡിക്കേഷനാണ് ഈ കാണുന്നത്. വലിയ പിടിവിട്ടുള്ള ഓട്ടമൊന്നും വേണ്ട. അപ്പോൾ ഒരു മീഡിയത്തിലൊക്കെ ഉപയോഗിക്കുക. അത് മഴയ്ക്ക് മുമ്പായിട്ട് മാറ്റി കളയാനും ശ്രദ്ധിക്കുക. വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ ചെയിനൊക്കെ ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിട്ടേക്കാം. എയർ ഫിൽറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. പുതിയ ഫിൽറ്ററാണ്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ഈ പറഞ്ഞ പോലെ ഒരു അല്പം കുറവ് പോലെ തോന്നുന്നുണ്ട്. തീരെ മോശമല്ല, തീരെ കുറവല്ല. ഓയിൽ മാറ്റേണ്ട ടൈമാണ്. അപ്പോൾ ഓയിൽ മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നും നിലവിലില്ല. ഓവർഫ്ലോ മിസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. കാരണം ഇപ്പോൾ വന്ന ഒരു 90% വണ്ടികളും കംപ്ലൈൻ്റ് ആണ് കാർബറേറ്ററിൻ്റെ ഭാഗം. കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. ആ പെട്രോൾ ഉപയോഗിക്കുന്ന എല്ലാ വണ്ടിയുടെയും കാർബറേറ്റർ ദ്രവിച്ചിരിക്കുകയായിരിക്കും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒന്നോലെ മിസ്സിങ് കാണിക്കും, അല്ലെങ്കിൽ ഓവർഫ്ലോ കാണിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി സ്റ്റാർട്ടാവാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കും. നിലവിൽ ഈ സിറ്റുവേഷനിൽ ഇതുവരെ ഇല്ല. കാരണം എന്തെങ്കിലും കാണിക്കും, വലിയ താമസമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ മോഡൽ വണ്ടികളൊക്കെ കംപ്ലയിൻസിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. കൂടുതൽ സമയമൊക്കെ വെക്കുന്ന സമയത്ത് പെട്രോൾ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പെട്രോൾ ഓവർഫ്ലോ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. ഫ്രണ്ട് ടയർ ഫുള്ള് തീർന്നതാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിടുന്ന ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം മാറ്റുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ കൂട്ടത്തിൽ നമ്മൾ അഴിച്ച് മാറ്റാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് വീലും കൂടി ഇപ്പോൾ ഞാൻ ബാക്ക് അയച്ചാണ് അറിയണത്. അതിന് ശേഷം ഫ്രണ്ടും കൂടി അയച്ചിട്ട് ആ വീലും ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കണം കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം. അതൊക്കെയാണ് നിലവിലുള്ള വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഏകദേശം ഒരു 4 മണി 4:30 നമുക്ക് വണ്ടി എടുക്കാം. ഓക്കെ.